നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ BP is equal to blood pressure is equal to cardiac output into peripheral vascular resistance. വാല്യൂ എത്ര പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ലെസ് ദാൻ 120. പിന്നെ ക്ലോർതാലിഡോൺ ആൻഡ് ഇൻഡാപ്പമൈഡ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഫാർമക്കോളജിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു കാർഡിയോ വാസ്കുലർ ഡിസോർഡർ ആണ് ഹൈപ്പർ ടെൻഷൻ. ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരിലും കാണപ്പെടുന്ന ഒരു ഡിസോർഡർ ആണ് അല്ലെ. സോ ഈ ഒരു ഹൈപ്പർടെൻസീവ് ക്രൈസ് അല്ലെങ്കിൽ ഈ ഹൈപ്പർ ടെൻഷനിൽ നമ്മൾ ഏതൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, so today we are going to study about the anti-hypertensive drugs. ഒരു വലിയ ക്ലാസിഫിക്കേഷൻ ആണല്ലേ. സോ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. സോ നമുക്കറിയാം ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണല്ലേ. സോ ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ക്ലാസിഫിക്കേഷൻസും എങ്ങനെ കുറച്ച് സിംപ്ലിഫൈഡ് രീതിയിൽ നമുക്ക് പഠിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ. അപ്പൊ ഡ്രഗ്സ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യണമെങ്കിൽ ചെറിയ രീതിയിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഷോർട്ട് കട്ട്സോ ന്യൂമോണിക്സ് യൂസ് ചെയ്യണമെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. ബാക്കി സബ്ജക്റ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും തമ്മിൽ കുറച്ചും കൂടി ഡ്രഗ്സിന്റെ പേരുകളൊക്കെ കൂടുതൽ പഠിക്കാനുള്ളത് ഫാർമക്കോളജിയിലാണ്. സോ വി ആർ മൂവിംഗ് ഓൺ ടു ദി ടോപ്പിക് ആന്റി-ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. സോ എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ ആ വാൾസ് ഓഫ് ദി ബ്ലഡ് വെസൽസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയാം അല്ലെ. അതായത് നോർമലി ബ്ലഡ് ഒഴുകുമ്പോഴത്തേക്കും ആ ഒഴുകുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽസ് നമുക്കറിയാം ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട് അല്ലെ. സോ ഈ ബ്ലഡ് വെസൽസിന്റെ സൈഡിൽ ഈ നമ്മുടെ ബ്ലഡ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ പ്രഷർ ഇസ് നോൺ ആസ് ബ്ലഡ് പ്രഷർ. അപ്പൊ ഈ ഒരു ബ്ലഡ് പ്രഷറിന് ഒരു നോർമൽ ഒരു വാല്യൂ ഉണ്ട്. സോ ആ ഒരു ലെവലിനേക്കാളും എലിവേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദി എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ കണ്ടീഷൻ. അതായത് നോർമലി ഒരു 140/80 അതിനേക്കാളും കൂടുതൽ കൂടി പോവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. സോ നമുക്കറിയാം നമ്മൾ BP വാല്യൂ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു സിസ്റ്റോളിക് പ്രഷറും വരുന്നുണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും വരുന്നുണ്ട് അല്ലെ. സോ ഈ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ആ നോർമൽ വാല്യൂനേക്കാളും കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. സോ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹൈപ്പർ ടെൻഷന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സസ്റ്റെയിൻഡ് ബ്ലഡ് പ്രഷർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 140 mmHg or a sustained diastolic blood pressure of greater than 90 mmHg അല്ലെ. സോ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ നോട്ട് ചെയ്തോളാം. അതായത് ഇതിൽ വാല്യൂ കൂടി നിൽക്കുന്നതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നുള്ളത് ഓർത്തോളൂ കേട്ടോ. അതായത് 140 എന്ന് പറയുന്നതാണ് അവിടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, 90 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സോ ആ ഒരു വാല്യൂ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തോളുക. എന്താണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും 140 റേഞ്ചിൽ വരും, ഡയസ്റ്റോളിക് എന്ന് പറയുമ്പോഴത്തേക്കും 90 റേഞ്ചിൽ വരുന്നതാണ്. സോ ഈ ഒരു രണ്ട് വാല്യൂസിനേക്കാളും കൂടിയ രീതിയിൽ കുറച്ച് നേരത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി റെക്കമെൻഡഡ് ബ്ലഡ് പ്രഷർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഒന്ന് CKD എന്താണ്? ക്രോണിക് കിഡ്നി ഡിസീസ്. കിഡ്നിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്ലഡ് പ്രഷർ റെഗുലേഷനിൽ കിഡ്നിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? കാരണം കിഡ്നിയിലുള്ള ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ആണ് റെനിൻ. സോ റെനിൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ റാസ് എന്ന് പറയും അല്ലെ. സോ ബ്ലഡ് പ്രഷർ റെഗുലേഷനിൽ ഹോർമോണൽ റെഗുലേഷൻ വരുന്നുണ്ട്, ന്യൂറോണൽ റെഗുലേഷൻ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. സോ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ടേം ആണ് റാസ്, ദാറ്റ് ഇസ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. സോ ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസിന്റെ കേസിൽ അപ്പോൾ അതായത് നമ്മുടെ ഒരു കിഡ്നി അക്യൂട്ട് കിഡ്നി ഫെയിലർ ഉണ്ട്, ക്രോണിക് കിഡ്നി ഫെയിലർ ഉണ്ട്. സോ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിൽ റെക്കമെൻഡഡ് ബ്ലഡ് പ്രഷർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 130/80 mmHg. അതുപോലെ റെക്കമെൻഡഡ് ബ്ലഡ് പ്രഷർ ഇൻ എൽഡർലി പേഷ്യന്റ് ഇസ് ലെസ് ദാൻ 150/90 mmHg. സോ എന്തുകൊണ്ടാണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത്? നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥയാണല്ലോ. സോ ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. BP is equal to
കാർഡിയാക് ഔട്ട്പുട്ട് ഇൻറ്റു പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ്. ഇത് നമ്മൾ ബിഫാമിലൊക്കെ ബിഫാം ആയാലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലെ. ബി പി ഇസ് ഈക്വൽ ടു ബ്ലഡ് പ്രഷർ ഇസ് ഈക്വൽ ടു കാർഡിയാക് ഔട്ട്പുട്ട് ഇൻറ്റു പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ്. ഓക്കെ, കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. നമ്മുടെ ഹാർട്ടില് ചേംബേഴ്സ് ഉണ്ട് അല്ലെ, ഏട്രിയ ഉണ്ട്, വെൻട്രിക്കിൾസ് ഉണ്ട്. സോ വെൻട്രിക്കിൾസ് എത്രമാത്രം ബ്ലഡിനെ പമ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയാം. പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് എന്താണ്? പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ വോൾസ് എക്സേർട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഉണ്ട്, ഒന്ന് അതിനെ പ്രതിരോധിക്കും അല്ലെ. ആ ഒരു റെസിസ്റ്റൻസിനെയാണ് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മുടെ ഹൈപ്പർ ടെൻഷന്റെ ഒരു പാത്തോഫിസിയോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ് റെനിൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ഇൻവോൾവ് ആയിട്ട് ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ്, അപ്പൊ ആ ഒരു സിസ്റ്റം ഇതിനകത്ത് ആക്ച്വലി ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ്, അപ്പൊ നമുക്ക് നോക്കാം. ഈ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാം, അവർ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റൻസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും അല്ലെ. അതായത് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കൂടുതലാണ്. അങ്ങനെ ബി പി എന്താണ് ഇപ്പൊ, സോ പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് ഇവിടെ കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ബ്ലഡ് പ്രഷർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അത് നാരോ ആകുമ്പോഴത്തേക്കും ആ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇവർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. അതേസമയം ഒരു റിലാക്സ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് കുറവായിരിക്കും. പക്ഷെ ഇത് കുറച്ചും കൂടി നാരോ ആകുമ്പോഴത്തേക്കും ഇത് എക്സേർട്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ഇസ് വെരി ഹൈ. അങ്ങനെ ബ്ലഡ് പ്രഷർ കൂടാം. അതുപോലെ എൻഡോത്തീലിയൽ ഡാമേജ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ദാറ്റ് ഇസ് ബ്ലഡ് വെസൽസിന്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ എൻഡോത്തീലിയം എന്ന് പറയാം. സോ ഈ എൻഡോത്തീലിയൽ സെൽ അല്ലെങ്കിൽ എൻഡോത്തീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏതാണ്, നൈട്രിക് ഓക്സൈഡ്. ഈ നൈട്രിക് ഓക്സൈഡ് എന്താണ്, ഇറ്റ് ഈസ് എ പൊട്ടന്റ് വാസോ ഡൈലേറ്റർ. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ എൻഡോത്തീലിയം ഡാമേജ്ഡ് ആയി പോവുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, എൻഡോത്തീലിയൽ ഡാമേജ് നടക്കുമ്പോഴത്തേക്കും നൈട്രിക് ഓക്സൈഡിന്റെ അളവ് അവിടെ എന്ത് സംഭവിക്കും, ഇറ്റ് ഡിക്രീസസ്, കുറയും. അപ്പൊ എന്താ സംഭവിക്കുക, വാസോ ഡൈലേഷൻ അല്ല, അതിന് പകരം വാസോ കൺസ്ട്രിക്ഷൻ സംഭവിക്കും. വാസോ കൺസ്ട്രിക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ എന്താണ്, ബ്ലഡ് പ്രഷർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, റൈസ് ആവും. സോ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു പാത്തോഫിസിയോളജി നോക്കുകയാണെങ്കിൽ ധാരാളം ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. സോ നമ്മുടെ ടോപ്പിക് എന്താണ്, ആക്ച്വലി ഹൈപ്പർ ടെൻഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫാർമക്കോളജിക്കൽ തെറാപ്പി അല്ലെങ്കിൽ ഫാർമക്കോ തെറാപ്പിയാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. ടൈപ്സ് ഓഫ് ഹൈപ്പർ ടെൻഷനിൽ നോർമൽ വാല്യൂ എത്ര പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഇസ് ലെസ് ദാൻ 120 ആൻഡ് ലെസ് ദാൻ 80. നെക്സ്റ്റ് ഇസ് എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ 120 to 129 ആണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വരിക. ലെസ് ദാൻ 80 ആണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വരിക. സിസ്റ്റോളിക് ആണ് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കാന്നുള്ളവർക്ക് കേട്ടോ. സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ 130 to 139 and in case of diastolic it is 80 to 89. Next is stage 2 hypertension at least 140 and at least 90, and finally hypertensive crisis over 180 and over 120. Okay, so types of hypertension our values correct ആയിട്ട് അറിഞ്ഞിരിക്കുക. So next we are moving on to the classification. അതായത് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ന്യൂമോണിക്സ് എന്ന് പറയുകയാണെങ്കിൽ ABC അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂമോണിക്സ് ഓർക്കുക. ABCD അക്കാഡമി. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ അക്കാഡമിയുടെ ലാസ്റ്റ് ഉള്ള EMY എന്നുള്ളത് V ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ABCD അക്കാഡമിയുടെ ലാസ്റ്റ് ഉള്ള EMY നമ്മൾ V ആയിട്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് A നോക്കാം. സോ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതിനു മുന്നേ നമുക്ക് കുറച്ച് മെയിൻ ഹെഡിങ്സ് പറയാനുണ്ട്. അതായത് ഇവിടെ നമ്മുടെ ഡയൂറിറ്റിക്സ് വരുന്നുണ്ട്, റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇൻഹിബിറ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ സിമ്പത്തറ്റിക് ഇൻഹിബിറ്റേഴ്സ് വരുന്നുണ്ട്. സോ D വരുന്നുണ്ട്, R വരുന്നുണ്ട്, S വരുന്നുണ്ട്. സോ നമുക്കത് ഷോർട്ട് ആക്കിയിട്ട് RDX എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, RDX നമുക്കറിയാം, RDX എന്ന് പേരുള്ള ഒരു ഫിലിം ഉണ്ട് അല്ലെ. സോ RDX ഓർത്തിരിക്കാം. R എന്താണ്, റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇൻഹിബിറ്റേഴ്സ് ആണ്. ദെൻ D എന്താണ്, ഡയൂറിറ്റിക്സ്
ആൻഡ് ഫൈനലി എസ് എന്താണ്? സിമ്പത്തറ്റിക് ഇൻഹിബിറ്റേഴ്സ്. അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് നമ്മുടെ പാത്തോഫിസിയോളജിയിൽ. കാരണം എന്താണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതായത് അഡ്രിനർജിക് നെർവസ് സിസ്റ്റം അല്ലെ. നമുക്കറിയാം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് കണ്ടീഷന് നമ്മുടെ ബോഡിനെ, അതായത് എന്തെങ്കിലും ഒരു സ്ട്രെസ് കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് നെർവസ് സിസ്റ്റം ആണ് അല്ലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ അഡ്രിനർജിക് നെർവസ് സിസ്റ്റം. സോ ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ് ലൈക്ക് ഹാർട്ട് റിലേറ്റഡ് ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂടും, റേറ്റ് ഓഫ് കോൺട്രാക്ഷൻ കൂടും. നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി, ഒരു പേടിക്കണ പെട്ടെന്ന് ഒരു സംഭവം നടന്നാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടാണ് ചെയ്യുന്നത്. സോ റേറ്റ് ഓഫ് കോൺട്രാക്ഷൻ കൂടും, ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂടും, അതുപോലെ കണ്ടക്ഷൻ വെലോസിറ്റി കൂടും. സോ എല്ലാം കൂടാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ്? സിമ്പത്തറ്റിക് ഇൻഹിബിറ്റേഴ്സ് വരുന്നുണ്ട്. സോ RDS ആണ് നമ്മൾ പറഞ്ഞത്. R എന്താണ്? റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇൻഹിബിറ്റേഴ്സ്. റാസ് ഓൾറെഡി ഇൻവോൾവ് ആണ് അല്ലെ പാത്തോഫിസിയോളജിയിൽ. സോ നമുക്കത് ഓർക്കാം. നെക്സ്റ്റ് ഇസ് ഡയൂറിറ്റിക്സ്. ഡയൂറിറ്റിക്സ് ഇൻവോൾവ് ആണ്. അതുപോലെ സിമ്പത്തറ്റിക് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആൻഡ് വാസോ ഡൈലേറ്റേഴ്സ്, ദാറ്റ് ഇസ് CV. RDX എന്ന് പറഞ്ഞ ഒരു ഫിലിമിൽ ആക്ട് ചെയ്യാൻ നമ്മളൊരു CV അയക്കുന്നു എന്നുള്ളൊരു മീനിങ്ങിൽ ഓർത്തിരിക്കുക. സോ RDX ആൻഡ് CV. C എന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കർ. V സ്റ്റാൻഡ്സ് ഫോർ വാസോ ഡൈലേറ്റേഴ്സ്. ക്ലിയർ ആണോ? RDS CV. C stands for calcium channel blocker. V stands for vasodilators. ഒന്നുകൂടി നമുക്ക് നോക്കാം. renin angiotensin system inhibitors. D stands for diuretics. S stands for sympathetic inhibitors. C stands for calcium channel blocker. V stands for vasodilators. Clear ആണല്ലോ? So RDX, CV. ഇനി നമ്മൾ ABCD അക്കാഡമിയിലേക്ക് കയറുകയാണ്. സോ ഡയൂറിറ്റിക്സ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം അല്ലെ. ഡയൂറിറ്റിക്സ് നമുക്കറിയാം. നമ്മൾ ഡയൂറിറ്റിക്സിന്റെ ക്ലാസിഫിക്കേഷൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. സിമ്പിൾ മീൻസ് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? തയസൈഡ് ഡയൂറിറ്റിക്സ് ഉണ്ട്, ഹൈസീലിംഗ് ഡയൂറിറ്റിക്സ് ദാറ്റ് ഇസ് ലൂപ്പ് ഡയൂറിറ്റിക്സ് വരുന്നുണ്ട്, ആൽഡോസ്റ്റിറോൺ അന്റഗോണിസ്റ്റ് അല്ലെങ്കിൽ പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക്സ് വരുന്നുണ്ട്. തയസൈഡ്സിനകത്ത് തയസൈഡ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന ഡ്രഗ്സ് വരുന്നുണ്ട്, ഹൈഡ്രോക്ലോ തയസൈഡ് വരുന്നുണ്ട്, പിന്നെ ക്ലോർ താലിഡോൺ ആൻഡ് ഇൻഡാപ്പമൈഡ്. ഹൈസീലിംഗ് ഡയൂറിറ്റിക്സ് അല്ലെങ്കിൽ ലൂപ്പ് ഡയൂറിറ്റിക്സിലെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഡയൂറിറ്റിക് ഏജന്റ് ഏതാണ്? ഫ്യൂറോസിമൈഡ്. സോ ഫ്യൂറോസിമൈഡ് എന്നും ഫ്രൂസിമൈഡ് എന്നും നമുക്ക് പറയാം. സോ അതാണ് വരിക. ബ്രാൻഡ് നെയിം ഏതാണ്? ലാസിക്സ് അല്ലെ. കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഡയൂറിറ്റിക് ഡ്രഗ് ആണ്. ഇനി ആൽഡോസ്റ്റിറോണത്ത് വരുന്ന എന്തൊക്കെയാണ്? സ്പൈറനോ ലാക്ടോൺ ആൻഡ് എപ്ലിറിനോൺ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഡയൂറിറ്റിക് സെക്ഷൻ അവിടെ കഴിഞ്ഞു. സോ ഡയൂറിറ്റിക്സിനകത്ത് തയസൈഡ്, ഹൈസീലിംഗ് ആൻഡ് ഫൈനലി ആൽഡോസ്റ്റിറോൺ അന്റഗോണിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റെനിൻ. റെനിനിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമുക്ക് ഇനി ABCD അക്കാഡമി നോക്കാം. സോ A ഉണ്ട് അല്ലെ. A വെച്ചിട്ട് എന്തുണ്ട്? ACE ഇൻഹിബിറ്റേഴ്സ് വരുന്നുണ്ട്. ABCD അക്കാഡമി, ABCD അക്കാഡമി. ഇപ്പൊ നമ്മൾ ഈ എമിനെ നമ്മൾ എന്തായിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? V ആയിട്ട് കേട്ടോ. സോ അത് ഓർത്തോളുക. സോ ABCD. A എന്താണ്? ACE ഇൻഹിബിറ്റേഴ്സ് വരുന്നുണ്ട്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ വരുന്നുണ്ട്, ആൽഡോസ്റ്റിറോൺ അന്റഗോണിസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കണം. പിന്നെ ഓർക്കേണ്ട എന്താണ്? അപ്പൊ A വെച്ചിട്ട് ACE ഇൻഹിബിറ്റേഴ്സ്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ ആൻഡ് ആൽഡോസ്റ്റിറോൺ അന്റഗോണിസ്റ്റ്. ഓക്കെ, ഇനി ACE ഇൻഹിബിറ്റേഴ്സ് എല്ലാം എൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പ്രിൽ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. പ്രിൽ, ക്യാപ്റ്റോപ്രിൽ, എനലാപ്രിൽ, ലിസിനോപ്രിൽ, റാമിപ്രിൽ, പെരിൻഡോപ്രിൽ, ഫോസിനോപ്രിൽ, ക്വിനാപ്രിൽ, ട്രെൻഡലോപ്രിൽ. പ്രിൽ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന എല്ലാം എന്താണ്? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇനി അടുത്തത് AT1, അതായത് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. അതെല്ലാം എൻഡ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? സാർട്ടൻ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് വൽസാർട്ടൻ, കാൻഡിസാർട്ടൻ, ലൊസാർട്ടൻ, ടെൽമിസാർട്ടൻ, ഇർബിസാർട്ടൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ കേട്ടിട്ടുള്ള, ഇപ്പൊ ഫാർമസിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി അറിയാം. ടെൽമിസാർട്ടൻ ഒക്കെ പോകുന്ന ഡ്രഗ്സ് ആണ് അല്ലെ. സോ ടെൽമിസാർട്ടൻ, വൽസാർട്ടൻ, കാൻഡിസാർട്ടൻ, ലൊസാർട്ടൻ, ഇർബിസാർട്ടൻ, ഒൽമിസാർട്ടൻ. സാർട്ടൻ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നതെല്ലാം ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. പിന്നെ ആൽഡോസ്റ്റിറോൺ അന്റഗോണിസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ വരുന്നുണ്ട് A വെച്ചിട്ട് ഇവിടെ വരുന്നുണ്ട് എന്താണ്? ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് വരുന്നുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സും വരുന്നുണ്ട്. അപ്പൊ A വെച്ചിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ നോക്കി. ACE ഇൻഹിബിറ്റേഴ്സ്, ആൽഡോസ്റ്റിറോൺ അന്റഗോണിസ്റ്റ്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ, അഡ്രിനർജിക് ആൽഫ ബ്ലോക്കർ, ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ, ആൽഫ പ്ലസ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കർ. ആൽഫ ബ്ലോക്കേഴ്സ് എല്ലാം തന്നെ സോസിൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. പ്രാസോസിൻ, ടെറാസോസിൻ, ഡോക്സാസോസിൻ. ആൽഫ പ്ലസ് ബീറ്റ, അതായത് മിക്സ്ഡ് ആണ് അല്ലെ. ആൽഫ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ബീറ്റ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഏത് വെച്ചിട്ടാണ്? ലബിറ്റിലോൾ ആൻഡ് കാർവിഡിലോൾ. സോ ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് എല്ലാം സോസിൻ ആണ്. പ്രാസോസിൻ, ടെറാസോസിൻ, ഡോക്സാസോസിൻ, അൽഫോസോസിൻ, ടംസുലോസിൻ, സിൽഡോസിൻ. ഓക്കെ, സോസിൻ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്.
നെക്സ്റ്റ് ഇസ് ആൽഫ ആൻഡ് ബീറ്റ, അത് 2 ഡ്രഗ്സേ വരുന്നുള്ളൂ, ലാബിറ്റിലോൾ ആൻഡ് കാർബിഡിലോൾ. ഓക്കെ, ഇനി അടുത്തതാണ്. അപ്പൊ എ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മുടെ. നെക്സ്റ്റ് ഇസ് ബി. ബി എന്താ വരുന്നത്? ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് വരുന്നുണ്ട് അല്ലെ, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് വരുന്നുണ്ട്. സോ മോളത്തെയാണ് നമ്മളിപ്പോ നോക്കുന്നത്, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആണ് വരിക. പിന്നെ അതുപോലെ ഇവിടെയും വരുന്നുണ്ട് ബെൻസോ തയസപ്പീൻ. ഓക്കെ, ബെൻസോ തയസപ്പീൻ വരുന്നുണ്ട്. അതിൽ വരുന്നത് ഡിൽറ്റിയാസം ആണ്. സോ കാൽഷ്യം ചാനൽ ബ്ലോക്കർ നമ്മൾ ജനറൽ ആയിട്ടാണല്ലേ പഠിച്ചേക്കുന്നത്. അതായത് എന്തൊക്കെയാണ്? വെരാപ്പമിൽ, ഡിൽറ്റിയാസം, അത് പിന്നെ ഡിപ്പിൻസ് ചേർത്തിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ ജനറൽ ആയിട്ടാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ബിയിൽ എന്ത് വരുന്നുണ്ട്? ബെൻസോ തയസപ്പീൻ, ദാറ്റ് ഈസ് ഡിൽറ്റിയാസം. ഡിൽറ്റിയാസം ആണ് വരിക. പിന്നെ അതുപോലെ നമ്മുടെ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സും കൂടി വരുന്നുണ്ട്. അത് നമുക്കറിയാം ഓൾ വെച്ചിട്ട് അല്ലെ, പ്രൊപ്രനലോൾ, മെറ്റോപ്രലോൾ, അറ്റിനലോൾ, ഓക്കെ, എക്സെട്ര. ഇനി അടുത്ത എന്താണ്? ഡി വരുന്നുണ്ട് അല്ലെ. ഡിയിൽ എന്താണ്? ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സ്, സോറി സി വരുന്നുണ്ട്. ആ സിയിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ഡി. ഡിയിൽ എന്താണ്? ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റർ, അത് എന്താണ്? ആലിസ്കിറൻ. ആലിസ്കിറൻ ആണ് ഡ്രഗ്. ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സ് വരുന്നുണ്ട്. സോ അത് ക്ലിയർ ആയല്ലോ. ഓക്കെ, സോ പിന്നെന്താണ്? ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സ് മാത്രമല്ല, ഡൈഹൈഡ്രോപിരിഡിൻ. ഡൈഹൈഡ്രോപിരിഡിൻ ഓർക്കുക. ഡൈഹൈഡ്രോപിരിഡിൻ എന്താണ്? എല്ലാം ഡിപ്പിൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഡൈഹൈഡ്രോപിരിഡിൻ എല്ലാം ഡിപ്പിൻ വെച്ചിട്ട്, നിഫിഡിപ്പിൻ, ഫെല്ലോഡിപ്പിൻ, അംലോഡിപ്പിൻ, സിൽനിഡിപ്പിൻ, ലസിഡിപ്പിൻ, ലെർസാനിഡിപ്പിൻ, ബെനിഡിപ്പിൻ ആൻഡ് നിക്കാർഡിപ്പിൻ. ഓക്കെ, ഡിപ്പിൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നതെല്ലാം എന്താണ്? ഡൈഹൈഡ്രോപിരിഡിൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പെൻഡിങ് വരുന്ന എന്തൊക്കെയാണ്? ഇവിടെ ഒരു ഫിനൈൽ ആൽക്കൈൽ അമീൻ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന ഡ്രഗ് ഏതാണ്? വെരാപ്പമിൽ വരുന്നുണ്ട്. ഓക്കെ, വെരാപ്പമിൽ. ആൻഡ് അക്കാഡമി നമ്മൾ വരുന്നുണ്ട് അല്ലെ. സോ അക്കാഡമിയിൽ പിന്നെയും എ വരുന്നുണ്ട്. സോ ആർട്ടീരിയോളാർ ഡൈലേറ്റർ, എയുടെ അകത്ത് ഹൈഡ്രാലസിൻ ആൻഡ് മിനോക്സിഡിൽ. ഓക്കെ, ഇനി സി വരുന്നുണ്ട്. അതിനകത്ത് എന്താണ്? അക്കാഡമിയുടെ സി, സെൻട്രൽ സിംപതോലൈറ്റിക്സ്, ക്ലോണിഡിൻ ആൻഡ് മീഥൈൽ ഡോപ്പ. സെൻട്രൽ സിംപതോലൈറ്റിക് ഏജൻസ് ആണ് ക്ലോണിഡിൻ ആൻഡ് മീഥൈൽ ഡോപ്പ. ദെൻ ഫൈനലി നമ്മൾ ഈ EMYന് പിന്നെ ഈ ഡി ഉദ്ദേശിച്ചുള്ളത് ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റർ തന്നെ കേട്ടോ. ഡിയിൽ അത് മാത്രമേ വരുന്നുള്ളൂ, ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റർ തന്നെ. പിന്നെ എമ്മി നമ്മൾ ഉദ്ദേശിച്ചുള്ളത് വി ആയിട്ടാണ്. വി ഇതാണ് ഇവിടെ വരുന്നുണ്ട്. ആർട്ടീരിയൽ വീനോ ഡൈലേറ്ററും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, വാസോ ഡൈലേറ്റേഴ്സിനകത്താണ് ഇത് രണ്ടും വരുന്നത്. ആർട്ടീരിയോളാർ ഡൈലേറ്ററും വരുന്നുണ്ട്, ആർട്ടീരിയോളാർ വീനോ ഡൈലേറ്ററും വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് നൈട്രോപ്ലൂസൈഡ് സോഡിയം. ഓക്കെ, സോ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആയിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിൻ്റെത്. സോ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഈ ഒരു ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇനി ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ അതുപോലെ RRB പോലുള്ള എക്സാംസ് ഒക്കെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കോഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. സോ നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ ബാച്ച് നമ്മൾ വരുന്ന നവംബർ 25th സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ RRB ബാച്ച് റണ്ണിങ് ആണ്. നന്നായിട്ട് പഠിക്കുക, നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഇതുപോലുള്ള എക്സാംസ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.